ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനുമായി അമേരിക്ക ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് ശേഷം ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമായി അടുക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതേക്കുറിച്ച് നമ്മൾ മുൻപ് ചർച്ച ചെയ്തതുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിച്ചു. ഇറാൻ തിരിച്ചടിച്ചത് ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിലാണ്. മുൻപത്തെ അതേപോലെ തന്നെ ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകളാണ് കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സമാധാന കരാർ ഒപ്പിടുന്നതിന് മുൻപുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പ്രതികരണമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. UAEയും സൗദി അറേബ്യയും ഖത്തറും, എന്തിന് ബഹ്റൈൻ പോലും ഇപ്പോൾ ഇറാനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. മുൻപ് നമ്മൾ ചർച്ച ചെയ്തതാണ്. എങ്കിൽ കൂടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾ ഇറാനെതിരെ നേരിട്ട് തിരിച്ചടി നൽകേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ? ഗൾഫ് രാജ്യങ്ങൾ ഒരു catch 22 സിറ്റുവേഷനിലാണ്. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന ഒരു അവസ്ഥ. കൈപ്പേറിയ അനുഭവങ്ങളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇറാനിൽ നിന്നും പേർഷ്യൻ ഗൾഫ് മേഖലയിലെ GCC രാജ്യങ്ങൾക്ക് ഉണ്ടായത്. അവരുടെ ഭാഗത്തു നിന്ന് കാര്യമായ തെറ്റുകൾ ഉണ്ടായിട്ടില്ല. അമേരിക്കയ്ക്ക് താവളം ഒരുക്കി എന്നത് ഒഴിച്ചാൽ മറ്റ് പ്രകോപനങ്ങളൊന്നും ഇറാന് നേരെ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതാണ് വാസ്തവം. പക്ഷേ താഠനമേൽക്കേണ്ടി വരുന്നത് മുഴുവൻ തന്നെ ഗൾഫ് രാജ്യങ്ങൾക്കാണ്. മാത്രമല്ല, സമ്പദ് വ്യവസ്ഥകൾ ആടി ഉലയുന്നത് കണ്ടു നിൽക്കാനേ ഗൾഫ് രാജ്യങ്ങൾ കഴിയുന്നുള്ളൂ. ഒരിക്കൽ പോലും ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾ താറുമാറാകും എന്നൊന്നും ഇപ്പോൾ ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ യുദ്ധം ദീർഘമായി മാസങ്ങൾ കടന്ന് വർഷങ്ങളിലേക്ക് നീങ്ങിയാൽ അവിടുത്തെ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, അവിടുത്തെ ട്രേഡ്, അവിടുത്തെ ഖനനം, അവിടുത്തെ എണ്ണ ഉത്പാദനം എല്ലാം തന്നെ അവതാളത്തിലാകും. അതുമാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾക്ക് മറ്റ് ആശ്രയത്വമില്ലാതെ ഇരിക്കും. ഗൾഫിന് പ്രാധാന്യമുള്ളത്, അമേരിക്ക പോലും ഗൾഫിനെ വലിയ ഫാക്ടറായി കാണുന്നത് അവിടെ റിസോഴ്സ് ഉള്ളത് കൊണ്ടാണ്. അത് വേണ്ട രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യുകയും വിപണനം ചെയ്യുകയും ചെയ്യുക എന്നതാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യം, ഡു ദേ തിങ്ക് ഡിഫറൻ്റ്ലി ഓർ ഈസ് ഇറ്റ് ടൈം ഫോർ ദം ടു തിങ്ക് ഡിഫറൻ്റ്ലി? മാറി ചിന്തിക്കാൻ നേരമായോ? എന്തിനാണ് വേലിയിലിരുന്ന വേണ്ടാത്തതിനെ എടുത്ത് തോളത്ത് വെച്ചത് എന്ന ചോദ്യം മനസ്സിലിരുന്ന് ചോദിക്കുന്നുണ്ട് പല ഗൾഫ് രാജ്യങ്ങളുടെയും പൗരന്മാർ. നേതാക്കളത് ചോദിക്കുന്നുണ്ടോ എന്നറിയില്ല. അതായത് അമേരിക്കയെക്കുറിച്ചാണ് പറയുന്നത്. തങ്ങൾക്ക് സുരക്ഷ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക എന്തിന് ഇവിടെ വരുന്നു? ടെക്നോളജി വേണമെങ്കിൽ വാങ്ങാം, അമേരിക്കയുടെ ടെക്നോളജി വാങ്ങാം, സാങ്കേതിക സഹകരണം ആവാം, അമേരിക്കൻ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് എങ്കിൽ ആതിഥ്യം അരുളാം. ഇപ്പോൾ ദുബായ് പോലെയുള്ള ഫ്രീ പോർട്ടുകളിൽ അമേരിക്കക്കാർ വൻതോതിൽ വരുന്നു. അവർക്ക് വിപണന സാധ്യതയുണ്ട്, അല്ലെ പർച്ചേസിങ് പവറുണ്ട്, വരട്ടെ. അതല്ലാതെ എന്തിന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ സൈനികമായ കരാറുകളും ഉടമ്പടികളും? ചരിത്രപരമായുള്ള ഉത്തരം, അവർ ഇസ്രയേലിനെ ഭയപ്പെട്ടിരുന്നു. ചരിത്രപരമായി ഇസ്രയേലുമായിട്ടാണ് 1948 മുതൽ ഏതാണ്ട് 1973 വരെയുള്ള കാലഘട്ടത്തിൽ 4 യുദ്ധങ്ങളെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി യുദ്ധം ചെയ്തു. പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ ഇസ്രയേൽ എന്ന ഭീഷണി അവിടെയുണ്ട്. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. ഇസ്രയേൽ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയുമില്ല. ഇസ്രയേലിൻ്റെ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നീങ്ങുന്നത് പരമാവധി വേണമെങ്കിൽ സിറിയയിലെ ഗോലാൻ കുന്നുകൾ, അല്ല എങ്കിൽ ലെബനനിലെ തെക്കൻ പ്രദേശം, ലിറ്റൻ നദിയുടെ തെക്കുള്ള പ്രദേശങ്ങൾ, അതും അല്ല എങ്കിൽ ജോർദാൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ, ജോർദാൻ നദിയുടെ കിഴക്കുള്ള പ്രദേശങ്ങൾ വേണമെങ്കിൽ ഇസ്രായേൽ സ്വാധീന മേഖലയായി വയ്ക്കാം. ഇതൊന്നും തന്നെ ഗൾഫ് രാജ്യങ്ങളല്ല. മുസ്ലിം രാജ്യങ്ങളാണ്, അറബ് രാജ്യങ്ങളാണ്, പക്ഷേ ഗൾഫ് രാജ്യങ്ങളല്ല. സൗദി അറേബ്യയുടെ ഒരു തുണ്ട് ഭൂമി പോലും ഇസ്രായേൽ പിടിച്ചെടുക്കാൻ സാധ്യത കാണുന്നില്ല. മറ്റ് പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക്, ഖത്തറിലേക്കോ ഒമാനിലേക്കോ UAEയിലേക്കോ ഒന്നും തന്നെ ഇസ്രായേലിൻ്റെ ടെറിട്ടോറിയൽ എക്സ്പാൻഷനിസ്റ്റ് പോളിസി നീങ്ങുന്നില്ല. അപ്പോൾ പിന്നെ ഇസ്രായേൽ ഒരു ഘടകമല്ല, ഒരു ത്രെട്ട് പെർസെപ്ഷനിൽ ഈ രാജ്യങ്ങൾക്ക് ഇസ്രായേൽ ഒരു വിഷയമല്ല. അതുമാത്രമല്ല, അബ്രഹാമിൻ്റെ പേരിൽ കരാറുകളിൽ ഒപ്പിട്ട രാജ്യങ്ങളാണ് ബഹ്റൈനും UAEയും പേർഷ്യൻ ഗൾഫ് മേഖലയിൽ. പിന്നീടുള്ളത് ആഫ്രിക്കയിലെ 2 രാജ്യങ്ങളാണ്. അപ്പോൾ ഈ 4 രാജ്യങ്ങൾ, 4 ഇസ്ലാമിക രാജ്യങ്ങൾ, അത് 2 പേർഷ്യൻ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളാണ്.
ഇസ്രയേലുമായി പരസ്യമായി ഉടമ്പടി ഒപ്പിട്ടുകൊണ്ട് ഇസ്രയേലുമായി ധാരണയിൽ പോകുന്നു. 1978 തന്നെ ഈജിപ്തും ഇസ്രയേലും തമ്മിൽ വലിയ രാജ്യമാണ്, മുസ്ലിം രാജ്യമാണ്, അറബ് മേഖലയിലെ ആഫ്രിക്കൻ രാജ്യമാണ് ഈജിപ്തും ഇസ്രയേലും തമ്മിൽ ധാരണയായി. അപ്പോൾ ഇസ്രയേൽ ഇന്ന് ഒരു ഫാക്ടർ അല്ല, സെക്യൂരിറ്റി ത്രെട്ട് എന്നുള്ള രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഫാക്ടർ അല്ല. അപ്പോൾ പിന്നെ ഇറാനാണ് ഫാക്ടർ. ഇറാൻ ആകെ പ്രശ്നമുണ്ടായിരുന്നത് ചില ധാരണ പിശകുകളാണ് സൗദി അറേബ്യയുമായി, അല്ലാതെ ഇറാനും മറ്റ് ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ പ്രശ്നം എന്താണ്, ആരാണ്? അമേരിക്കയാണ്, അമേരിക്കയുടെ സാന്നിധ്യമാണ്. അപ്പോൾ ഈ സാന്നിധ്യം എങ്ങനെ ഒഴിവാക്കും? അപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് യുദ്ധം പുറപ്പെട്ടപ്പോൾ 28-ാം തീയതി തുടങ്ങിയ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഏറെക്കാലമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ റൗണ്ട് യുദ്ധം തുടങ്ങിയത് ഫെബ്രുവരി 28, 2026. അതുമുതൽ നാളിതുവരെയുള്ള സമയങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ അനുഭവിച്ച ഭീഷണി വലുതാണ്, വളരെ വലുതാണ്. ഇതെത്ര കാലം മുന്നോട്ട് പോകാൻ ആവും? അത് വലിയ ചോദ്യമാണ്. അതുകൊണ്ട് വലിയ രീതിയിലാണ് അമേരിക്കയ്ക്ക് മേൽ ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയത്. എങ്ങനെയെങ്കിലും ഇറാനുമായി ധാരണയിൽ പോകണം. അങ്ങനെയാണ് ജൂൺ മാസം 17-ാം തീയതി ഒരു താൽക്കാലിക ഉടമ്പടി, ഒരു ധാരണാപത്രമാണ്, 14 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ധാരണാപത്രം, താൽക്കാലിക വെടിനിർത്തൽ ഉൾപ്പെടെ എത്തിച്ചേർന്നത് ഗൾഫ് രാജ്യങ്ങളുടെ പ്രേരണ കൊണ്ടുകൂടിയാണ്. അതുമാത്രമല്ല, അത് സാധ്യമാക്കിയതിൽ ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു നയതന്ത്ര മേഖലയായ ദോഹ, ഖത്തർ എന്ന രാജ്യം അതിൽ ഇടപെട്ടു. പാകിസ്ഥാനോടൊപ്പം തന്നെ ദോഹയിൽ വെച്ചും ചർച്ചകൾ നടന്നു എന്ന് ഓർക്കണം. ഇത്ര വരെ എത്തിച്ചു നിർത്തിയതിൽ ഖത്തറിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഇതെല്ലാം വസ്തുതകളായി ഇരിക്കെ എന്തിന് നിരന്തരം ഇറാൻ വീണ്ടും ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു എന്നത് അവർക്കൊട്ടും പിടികിട്ടുന്നില്ല. ഇറാന് വേറെ വഴിയില്ല എന്ന് ഇറാൻ പറയുന്നു. കാരണം അമേരിക്കൻ താവളങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം തങ്ങൾക്ക് അമേരിക്കയെ നേരിട്ട് പോയി ആക്രമിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തങ്ങൾ ഇവിടേക്ക് ആക്രമണം പരിമിതപ്പെടുത്തുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോഴും ഗൾഫ് രാജ്യങ്ങളുടെ ഭൂമിയിലേക്ക് തന്നെയാണ് ആക്രമണം നടക്കുന്നത്. ജീവനും സ്വത്തിനും ഇൻഫ്രാസ്ട്രക്ചറിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഒരു വലിയ റീതിങ്കിങ് ഉണ്ടായിരുന്നു. യുദ്ധം ഒരു സമാധാന ഉടമ്പടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ശാശ്വതമാകണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ വളരെ ചേർന്ന് പ്രവർത്തിക്കണം. ഒരിക്കൽ പോലും ഇനി തർക്കങ്ങൾ ഉണ്ടാവരുത്, ഇറാനെ ഒരു ശത്രുവായി കാണാൻ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാവരുത് എന്നൊരു ചിന്തയാണ്. പക്ഷേ അതെല്ലാം തകിടം മറിക്കുന്ന രീതിയിലാണ് ഗൾഫ് രാജ്യങ്ങളുടെ ആസ്തികൾക്ക് നേരെ, അവരുടെ കപ്പലുകൾക്ക് നേരെ ഈ സമാധാന കാലത്തും ഇറാൻ ആക്രമണം നടത്തി എന്ന ഒരു പരിഭവമുണ്ട്. ഇറാൻ്റേതായ ന്യായീകരണങ്ങളുണ്ട്. ഹോർമോസ് തങ്ങളുടെ സ്വാധീന മേഖലയായി നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ ഈ ആക്രമണം ഗൾഫ് രാജ്യങ്ങളെ വെറുപ്പിച്ചാൽ പോലും ഈ ആക്രമണങ്ങൾ ആവശ്യമാണ് എന്ന ചിന്ത ഇറാനുണ്ട്. അത് അവരുടെ മാത്രം ന്യായമാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് ആ ന്യായം സ്വീകാര്യമല്ല. അപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇതാണ് ചിന്ത. അമേരിക്കയെ പിണക്കാനാവില്ല. ഇപ്പോഴും ഇവരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്ക കൂടിയാണ്. ഇറാനിൽ നിന്ന് വരുന്ന മിക്ക റോക്കറ്റുകളും ഡ്രോണുകളും മിസൈലുകളും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങളാണല്ലോ ഉണ്ടാവുക. അത് തീർച്ചയായും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ സഹായം അവിടെ ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ഡിഫൻസ് സംവിധാനം പ്രവർത്തിക്കുന്നു. കൃത്യമായ നാശനഷ്ടങ്ങളുടെ കണക്ക് മാത്രം നമുക്ക് അറിയില്ല, കാരണം ഹെവിലി സെൻസേർഡ് ആണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ യുദ്ധം ഏതെങ്കിലും രീതിയിൽ ഒരു അവസാനിക്കുന്ന ഒരു ഘട്ടം വന്നാൽ വേറിട്ട് ചിന്തിക്കും. ഒരു പക്ഷേ എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ് പോകുന്നത്, ഈ സാധാരണ മാർഗങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ? ഇറാനുമായി ധാരണയിൽ പോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു യുദ്ധമില്ല ഉടമ്പടി ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ സാധ്യമാകുമോ? അമേരിക്ക അവിടെ പാർട്ടിയല്ല. അമേരിക്കയുടെ അപ്പോൾ ഇറാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിങ്ങൾ കുറച്ചുകൊണ്ട് വരിക, ഒഴിവാക്കുക, അപ്പോൾ പിന്നെ നിങ്ങളെ എതിർക്കാൻ ഞങ്ങൾക്ക് മറ്റ് കാരണങ്ങളൊന്നുമില്ല എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഈ ത്രെട്ട് പെർസെപ്ഷൻസിൽ മാറ്റം വരേണ്ടതുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ ത്രെട്ട് പെർസെപ്ഷൻസ് ഇസ്രായേലിൽ നിന്നും ഇറാനിലേക്ക് മാറുന്നു. ഇറാൻ പോലും ഒരു യഥാർത്ഥ ത്രെട്ടല്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇറാനുമായി നേരിട്ടുള്ള ഇടപാടുകൾ വന്നാൽ അമേരിക്കയ്ക്ക് അവിടെ സ്ഥാനമില്ലാതെയാവും. യഥാർത്ഥത്തിൽ ഞാൻ ഏറെക്കാലമായി പ്രേക്ഷകരോട് പറയുന്നു, എനിക്ക് അമേരിക്ക വിരുദ്ധതയൊന്നുമില്ല. പക്ഷേ ഞാൻ ഏറെക്കാലമായി പറയുന്നു, അമേരിക്കൻസ് ഹാവ് നോ ബിസിനസ് ഇൻ ഗൾഫ്. അവർക്കവിടെ കാര്യമില്ല.
എന്തൊരു അസംബന്ധമാണ്. ഒരു രാജ്യം, അങ്ങ് അകലെ കിടക്കുന്ന ഒരു രാജ്യം മധ്യപൗരസ്യ പ്രദേശത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കാൻ അവിടെ വന്ന് അവരായി യുദ്ധം തുടങ്ങി വെക്കുകയാണ്. അവരുടെ സാന്നിധ്യമാണ്, അവരുടെ സേനാ സാന്നിധ്യമാണ്, ആ കടകളിലൊക്കെയുള്ള അമേരിക്കയുടെ സേനാ സാന്നിധ്യമാണ് യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇറാൻ ഒരു രാജ്യത്തെയും ആക്രമിച്ചില്ലല്ലോ. ഇറാൻ്റെ ആണവ പദ്ധതി എന്ന് പറയുന്നത് മാത്രമായിരുന്നു വിഷയം. അതൊരു പെർസെപ്ഷനാണ്. ഇറാൻ്റെ ആണവ പദ്ധതിയിൽ നിന്ന് മാത്രം ഇറാനെ ഒഴിവാക്കി നിർത്താനായിരുന്നുവെങ്കിൽ ഈ രീതിയിൽ ആയിരുന്നോ ആക്രമണങ്ങൾ സജ്ജീകരിക്കേണ്ടത്? ഇങ്ങനൊരു യുദ്ധത്തിലേക്കായിരുന്നോ പോകേണ്ടിയിരുന്നത്? അത് ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ട് ഏറെ ചോദ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്കുള്ളിൽ ഉയരും എന്നതാണ് ചിന്ത.